ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിലും നമുക്ക് ദൈവവചന കേൾവിക്കായി ഒരുങ്ങാം. ഇന്നത്തെ വായന ഭാഗം 1 കൊരിന്ത്യർ 5 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം 9-ാം വാക്യം. തുറന്നോസിന്റെ പാഠശാലയിൽ ദിനംപ്രതി സംവാദിച്ചു പോന്നു. പൗലോസ് തൻ്റെ 3-ാം മിഷണറി യാത്രയിൽ എഫെസോസിൽ എത്തിച്ചേരുകയും അവിടുത്തെ വിശ്വാസ സമൂഹത്തെ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ എഫെസോസിലെത്തിയ പൗലോസ് ആദ്യത്തെ 3 മാസം പതിവ് പോലെ സിനഗോഗിൽ സുവിശേഷം പ്രഘോഷിച്ചു. അവിടെ ചിലർ സുവിശേഷത്തിൽ വിശ്വസിച്ചു എങ്കിലും മറ്റൊരു കൂട്ടർ സംഘടിതമായി പൗലോസിനെ എതിർക്കുകയാണ് ഉണ്ടായത്. ഇത്തരത്തിലുള്ളതായ പ്രതിസന്ധി ഘട്ടം നേരിട്ടപ്പോൾ അതിൽ മനം മടുത്തു പോകാതെ പൗലോസ് അവിടെയുള്ള തത്വജ്ഞാനിയും പ്രഭാഷകനുമായ തുറന്നോസിൻ്റെ പാഠശാലയിലേക്ക് തൻ്റെ പ്രവർത്തന രംഗം മാറ്റി സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. തുറന്നോസ് ഒരു ഭരണാധികാരിയും എഫെസോസിലെ ഒരു അധ്യാപകനും ആയിരുന്നു. തുറന്നോസിനെ കുറിച്ചുള്ള ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ദൈവിക പ്രവർത്തനങ്ങൾക്കായി തന്നിലുള്ള സാധ്യതകളെ സമർപ്പിക്കുന്ന തുറന്നോസ്. ഇദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ പൊതുവായ ഒരു പ്രശ്നം സമൂഹത്തിൽ ഉടലെടുക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ പാഠശാല ഉപയോഗിക്കുവാൻ പൗലോസിന് തുറന്നോസ് അവസരം നൽകുന്നു. അത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ പറയുന്നത് ഇപ്രകാരമാണ്: ദൈവരാജ്യത്തെക്കുറിച്ച് പൗലോസ് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു എന്ന്. എന്നാൽ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിൻ്റെ മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു തുറന്നോസിൻ്റെ പാഠശാലയിൽ ദിനംപ്രതി സംവാദിച്ചു പോന്നു എന്ന് അവിടെ കാണുന്നു. അങ്ങനെ തുറന്നോസിൻ്റെ ശക്തമായ ധീരമായ ഇടപെടലിലൂടെ എഫെസോസിലെ സുവിശേഷ വേല ശക്തമായി തുടരുവാനായിട്ട് പൗലോസിന് സാധിച്ചു. തുടർന്ന് 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത് 2 വർഷം ഈ വചന പഠനം അവിടെ ആ പാഠശാലയിൽ സാധ്യമായി എന്നാണ്. പ്രിയമുള്ളവരെ, തൻ്റെ സാധ്യതകൾ എന്തുമായിക്കോട്ടെ അത് തിരുനാമ മഹത്വത്തിനായി സമർപ്പിക്കുവാൻ തുറന്നോസിന് സാധിച്ചു. രണ്ടാമതായിട്ട്, ദൈവിക പ്രവർത്തനങ്ങളിൽ ഒരു സഹായിയായി പ്രവർത്തിക്കുന്ന തുറന്നോസ് അനേകരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതിനും വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനും പൗലോസിന് സാധിച്ചത് തുറന്നോസിൻ്റെ ഇത്തരത്തിലെ സഹായം മൂലമായിരുന്നു. ശുശ്രൂഷ എന്നാൽ പ്രസംഗകരോ മുൻനിരക്കാരോ മാത്രം ചെയ്യുന്നതല്ല. പിന്നിൽ നിന്ന് സഹായം നൽകുന്നവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ വലിയവരാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെയും ജീവിതത്തിലെ ചെറിയ അവസരങ്ങൾ പോലും തിരുനാമ മഹത്വത്തിനായി വിനിയോഗിക്കുവാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചെറിയ പരിശ്രമത്തെ, നമ്മുടെ ചെറിയ സഹായത്തെ ദൈവം വലിയ രീതിയിൽ ഉപയോഗിക്കും എന്നുള്ളതിന് സംശയമില്ല. നമ്മുടെ സ്ഥലം, നമ്മുടെ സമയം, നമ്മുടെ കഴിവ്, നമ്മുടെ അവസരങ്ങൾ തുടങ്ങിയവ മറ്റുള്ളവർക്കായും നമുക്ക് വിനിയോഗിക്കുവാനായിട്ട് ശ്രമിക്കാം. തുറന്നോസിനെ പോലെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി നമ്മുടെ സാധ്യതകളെ സമർപ്പിക്കുവാനും സഹായികളായി പ്രവർത്തിക്കുവാനും ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളാലാവോളം അവിടുത്തെ ശുശ്രൂഷകൾ നിറവേറ്റുവാൻ ഞങ്ങളെ തുണയ്ക്കണമേ. ആമേൻ.